Why skilled candidates still fail in interviews? അതായത് എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ ഞാൻ നല്ല സ്കിൽഡ് ആണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, അതുപോലെ ക്വാളിഫൈഡ് ആണ്, പക്ഷെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു സ്കില്ല് മാത്രം മതിയോ നമ്മുടെ ഇൻ്റർവ്യൂവിലും പാസ്സാവാൻ? ഒരിക്കലുമല്ല. കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം നോക്കൂ, ഇൻ്റർവ്യൂ ഈസ് നോട്ട് ഓൺലി അബൌട്ട് സ്കില്ല് വേണം കേട്ടോ ഇൻ്റർവ്യൂവിന്, തീർച്ചയായിട്ടും. പക്ഷേ സ്കില്ല് മാത്രം പോരാ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫുള്ളായിട്ടുള്ളൊരു റിട്ടൺ എക്സാമിനേഷൻ അല്ല ഒരിക്കലും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനും ആ ഇൻ്റർവ്യൂവറും തമ്മിലുള്ള പ്രോപ്പർ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ അല്ലേ ശരിക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, പാനൽ മെമ്പേഴ്സ്, നമ്മുടെ ഇൻ്റർവ്യൂ പാനൽ മെമ്പേഴ്സ് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്നറിയോ? കാൻഡിഡേറ്റ്സ് ക്ലാരിറ്റിയോട് കൂടെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കൂടാതെ തന്നെ കാൻഡിഡേറ്റ് വളരെ കോൺഫിഡൻ്റ് ആണോ, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള വ്യക്തിയാണോ. അടുത്തൊരു കാര്യം അവർ നോക്കുന്നത്, നല്ല മെച്യൂർഡ് ആയിട്ടാണോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ലാരിറ്റിയോട് കൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ള മെച്യൂർഡ് കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ളതാണ് ഏതൊരു പാനൽ മെമ്പറും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ സ്കില്ല് മാത്രം പോരാ, നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ, ഒരുപാട് കുട്ടികൾ, കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഫെയിലായി പോകുന്ന ഒരു ഭാഗമാണിത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്? നോക്കൂ, മോസ്റ്റ് റിജക്ഷൻസ് ഹാപ്പൻസ് ഡ്യൂ ടു ലോങ് ആൻസേഴ്സ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വലിയ ആൻസർ പറയുകയാണ്, നമ്മൾ ആൻസർ പറഞ്ഞു, പക്ഷേ ലോങ് ആൻസർ. അതേപോലെ തന്നെ നോ സ്ട്രക്ചർ, നമ്മൾ എവിടെ തുടങ്ങി എങ്ങനെ എൻഡ് ചെയ്യണമെന്നൊന്നും അറിയാതെ, ഒരു പ്രിപ്പയർഡ് ആവാത്ത, ഒരു സ്ട്രക്ചർ ഇല്ലാതെ സംസാരിച്ചാൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ റിജക്റ്റ് ആവും. അതുപോലെ നോക്കൂ, സംസാരിക്കുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ലാതെ, കോൺഫിഡൻ്റ് ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവർ നമ്മളെ സെലക്ട് ചെയ്യും? അതുപോലെ നോക്കിയേ, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ മനസ്സിലാക്കുക, പാനൽ മെമ്പേഴ്സ് നമ്മളെ ഫസ്റ്റ് ടൈമാവും കാണുന്നത്, പക്ഷേ ഉള്ളിൽ പേടിയുണ്ടോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന വ്യക്തികൾ എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ നമ്മളെ ഫസ്റ്റ് ടൈം ആവും കാണുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിലെ ഫിയർ ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല പേടിയുള്ള വ്യക്തിയാണോ? ഇതൊക്കെ പാനൽ മെമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സ്കിൽ പ്രോബ്ലം അല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമ്മൾ ചിന്തിക്കുക, കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലിയർ ചെയ്യണം. അടുത്തൊരു പോയിന്റും കൂടി നോക്കൂ, ഏതൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും ആ ഇൻ്റർവ്യൂ എടുക്കുന്ന നമ്മുടെ ഇൻ്റർവ്യൂവർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമ്മളെക്കുറിച്ച്. എന്താണ് എക്സ്പെക്റ്റേഷൻ എന്നറിയോ? ആ എക്സ്പെക്റ്റേഷനെ പോസിറ്റീവാക്കി കൊടുക്കാൻ പറ്റണം നമുക്ക്. ആ എക്സ്പെക്റ്റേഷനെ നമുക്ക് അവർ ഉദ്ദേശിച്ച പോലെ ഹാപ്പി ആയി കൊടുക്കാൻ പറ്റണം. എന്താണെന്നല്ലേ ഏതൊരു ഇൻ്റർവ്യൂവറും ചിന്തിക്കുന്ന മെയിൻ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ 2 പോയിന്റ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പർ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു പോയിന്റാണ്, ഇഫ് ദേ കാണ്ട് എക്സ്പ്ലെയിൻ ക്ലിയർലി. അതായത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോലും ആ 5 മിനിറ്റ്, ആ 10 മിനിറ്റിൽ പോലും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളെന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പ്രോപ്പറായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, ഹൗ ദേ വിൽ എക്സ്പ്ലെയിൻ ടു അവർ ക്ലയൻസ്, ഹൗ ദേ വിൽ എക്സ്പ്ലെയിൻ ടു അവർ പേഷ്യൻസ്, ഹൗ ദേ വിൽ എക്സ്പ്ലെയിൻ ടു അവർ ടീം മെമ്പേഴ്സ്. നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ, നമ്മുടെ ക്ലയൻറ്റിനെ, കസ്റ്റമേഴ്സിനെ എങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും? സോ അതാണ് ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യണത്. എപ്പോഴും നമ്മൾ ഓർക്കുക, ഇൻ്റർവ്യൂ എന്നുള്ളത് എന്തല്ല, ഒരു സ്കില്ല് മാത്രം ഉണ്ടായതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുന്നില്ല. ഇൻ്റർവ്യൂവിന് റിജക്റ്റ് ആവാനുള്ള ഏറ്റവും വലിയ കാരണം ഈ കോമൺ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ആണ്. അതുപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂവിലും ഇൻ്റർവ്യൂവർക്ക് നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഈ കാര്യം നമുക്ക് പോസിറ്റീവായി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളെയും ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. കൺക്ലൂഡ് ചെയ്യുന്നു, നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായിട്ട്, എങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റർ? കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്ററായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിന് നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ഇൻ്റർവ്യൂ.